ഹായ്, അസ്സാം വലൈക്കും. ബൈത്തുലിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ നോമ്പ് തുറയുടെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തലേന്ന് രാത്രി പണിയാണ് കേട്ടോ കാണുന്നത്. അന്ന് സാധനങ്ങൾ കൊടുന്നിട്ട് അപ്പം തന്നെ ഞാൻ മാറ്റി വെക്കലേ. പിന്നെ ഞാനിങ്ങനെ സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണെങ്കിൽ പോണതിന് മുന്നായിട്ട് തന്നെ ഫ്രിഡ്ജ് ഞാൻ ക്ലീനാക്കി വെക്കും കേട്ടോ. നമുക്ക് സാധനങ്ങൾ കൊടുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കെല്ലാം ഒതുക്കി വെക്കാമല്ലോ. അങ്ങനെ എല്ലാം രാത്രി തന്നെ കേട്ടോ, കാരണം രാവിലെ നമുക്ക് തിരക്കായിരിക്കുമല്ലോ, ബാക്കിയുള്ള പണികളൊക്കെ തീർക്കണ്ടേ. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ കിടന്നത്. അപ്പം നിങ്ങളിപ്പോൾ കാണുന്നതൊക്കെ ഇനി രാവിലത്തെ പരിപാടികളാണ് കേട്ടോ. നമ്മളെ പ്രോഗ്രാം വലിയൊരു പ്രോഗ്രാമൊന്നുമില്ല. ഇക്കാൻ്റെ ഉമ്മിപ്പയും പെങ്ങന്മാരും പിന്നെ എൻ്റെ ഉമ്മിപ്പയും താത്തയും നാത്തൂനും അവരൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് തന്നെ എടുത്തത് ബീഫ് കട്ടാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കാൻ നിർത്തി. പിന്നെ എനിക്കിവിടെ എപ്പോഴും ഒരു കാവൽക്കാരി ഉണ്ടാവും കേട്ടോ, അവളെപ്പോഴും ഉണ്ടാവും കേട്ടോ ഇവിടെ. അപ്പോൾ ഒക്കെ മക്കൾസൊക്കെ എണീറ്റ് വന്നിട്ടോ. അപ്പോൾ അവർക്ക് ചായ എടുക്കാൻ കരുതി. അപ്പോൾ അവരും എൻ്റെ കൂടെ ഇവിടെ പുറത്തുനിന്ന് തന്നെയാണ് കേട്ടോ കുടിക്കണത്. ഞാൻ ഇങ്ങനത്തെ പണികളൊക്കെ ഇവിടെ പുറത്തുനിന്നാണ് ചെയ്യുക. അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ഉള്ളി തൊലിക്കണ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് എടുത്തൊരു പണി, ബീഫ് പെട്ടെന്ന് വേവിച്ചേക്കാൻ കരുതി. എന്നിട്ട് പത്തിരിക്കുള്ള കുറച്ച് പൊടി വാട്ടിയിട്ട് പത്തിരിയൊക്കെ കഴിച്ച് പരത്തി ഞങ്ങൾ വേഗം ആ പണി കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞാൽ തന്നെ ഒരു പകുതി പണി കഴിഞ്ഞ പോലെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം പത്തിരി പണി കഴിച്ചു. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്നത് ഇവിടെ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്കുള്ള ഉള്ളി അരിയ, തക്കാളി അങ്ങനത്തെ ഇതൊക്കെ വേഗം കഴിച്ചു. പിന്നെ കുറച്ച് സ്നാക്സ് ഉണ്ടാക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എണ്ണക്കടികൾ ആർക്കും വലിയ ഇഷ്ടമില്ല. അപ്പോൾ കുറച്ച് മധുരമുള്ള ചട്ടിപ്പത്തിരി, ചിക്കൻ ഷവർമ പോളയും റെഡിയാക്കാൻ നേരത്തെ. അപ്പോൾ ഇതൊക്കെ കഴിച്ച് വെച്ചിട്ട് വേഗം അതിനൊരുങ്ങി കേട്ടോ. ചട്ടിപ്പത്തിരിക്കും ഷവർമ പോളേക്കുള്ള മസാല റെഡിയാക്കുകയാണ് കേട്ടോ. പക്ഷെ ഇതിൻ്റെ റെസിപ്പിയുടെ മുഴുവനായിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനും ഉമ്മയും ബിരിയാണിയൊക്കെ റെഡിയാക്കി. അപ്പോൾ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഓരോക്കെ വന്നു കേട്ടോ. പിന്നെ ഫുള്ള് തിരക്കായി കേട്ടോ. ജ്യൂസ് അടിക്കുക, കുറച്ചാൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്യുക, എല്ലാവർക്കും ഓരോ പണികളായിരുന്നു. സാധനങ്ങൾ സെറ്റാക്കലും. നമ്മൾ വിചാരിക്കും എത്ര നേരത്തെ ഒരുങ്ങി കഴിഞ്ഞാലും ഈ വൈകുന്നേരം ആ ആവുന്ന ടൈമിൽ നമുക്ക് ഭയങ്കര തിരക്കായിരിക്കും അല്ലേ. അങ്ങനെ എല്ലാവരും ബിസി ആയിരുന്നു. അപ്പോൾ മുഴുവനായിട്ടൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ പെട്ടെന്ന് ഞങ്ങൾ സെറ്റാക്കലും അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നോമ്പ് തുറക്കെ നല്ല ഉഷാറായിട്ട് കഴിഞ്ഞു. എല്ലാവരും കൂടുമ്പോൾ ഭയങ്കര രസമാണല്ലോ. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരമൊക്കെ ഒന്ന് സംസാരിച്ചൊക്കെ ഇരുന്നു, പാത്രങ്ങളൊക്കെ ക്ലീനാക്കി. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.